മലയാളക്കരയിലെ യുവജന രാഷ്ട്രീയത്തിന് ഉണർവേകിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് ചരിത്രത്തിൻ്റെ ഇന്നലകളെ നെഞ്ചേറ്റി വർത്തമാനത്തിൻ്റെ മാർച്ചുമരിൽ ഇതിഹാസം തീർക്കുകയാണ്. മജീദും റഹ്മാനും കുഞ്ഞിപ്പയും ഇടനെഞ്ചിലേറ്റുവാങ്ങിയ പോരാട്ടവീര്യവും PM മനീഫും ഉബൈദ് ചങ്ങലേരിയും സമർപ്പിച്ച ബൗദ്ധിക ജാഗ്രതയും ഉൾത്തുടിപ്പേകി അജണ്ടകളില്ലാതെ അലയുന്ന തീഷ്ണ യൗവനങ്ങൾക്ക് സാമൂഹ്യ പുരോഗതിയുടെ വലിയ ചർച്ചകൾ സമ്മാനിച്ച് ഗമനം തുടരുകയാണ് മുസ്ലിം യൂത്ത് ലീഗ്. മോഡിക്കാലത്ത് വർത്തമാന ഇന്ത്യയുടെ സാംസ്കാരിക അസ്തിത്വം തിരികെ പിടിക്കാൻ ക്യാമ്പസുകളും തെരുവുകളും യുവജനങ്ങളുടെ പ്രക്ഷുബ്ധതയ്ക്ക് ചരിത്രപരമായ സാക്ഷ്യം വഹിക്കുകയാണ്. അതിവൈകാരികതയെ പ്രബുദ്ധത കൊണ്ട് അതിജയിച്ച് പുതിയ കാലത്തെ യുവജന പോരാട്ടങ്ങൾക്ക് വലിയ പ്രതീക്ഷയാവുകയാണ് മുസ്ലിം യൂത്ത് ലീഗ്. ഇന്ത്യൻ മുസൽമാന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന് ശിലപാകിയ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും മലയാളിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മലബാറിൻ്റെ സർ സെയ്ദ് അഡ്വക്കേറ്റ് KM സീതി സാഹിബും നേതൃമഹിമ കൊണ്ട് സർവരെയും വിസ്മയിപ്പിച്ച ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ചരിത്രം ഇതിഹാസ പുരുഷനെന്ന് ഉച്ചത്തിൽ വിളിച്ച CH മുഹമ്മദ് കോയ സാഹിബും മനസ്സുകൾക്കിടയിൽ ആർദ്രതയുടെ സ്നേഹത്തണൽ വിരിച്ച പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സമുദായത്തിനായി ജീവിതം സമർപ്പിച്ച അനേകായിരങ്ങളും മുസ്ലിം യൂത്ത് ലീഗിന് സ്മരണീയരാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ 2016-19 വർഷത്തേക്കുള്ള സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും കൗൺസിൽ മീറ്റും 2016 ഡിസംബർ 15 കോഴിക്കോട് ലീഗ് ഹൗസിൽ ചേർന്നു. സംസ്ഥാന യൂത്ത് ലീഗ് പ്രസിഡന്റ് PM സാദിഖ് അലിയുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന റിട്ടേണിംഗ് ഓഫീസർ PT മുഹമ്മദ് ബഷീർ MP പുതിയ കമ്മിറ്റി രൂപീകരണത്തിന് നേതൃത്വം നൽകി. പ്രസിഡന്റായി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറിയായി PK ഫിറോസ്, ട്രഷററായി MA സമദ്, സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം, ഉപാധ്യക്ഷന്മാരായി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം, ഫൈസൽ ബാഫക്കി തങ്ങൾ, P ഇസ്മായിൽ, PK സുബൈർ, PA അബ്ദുൽ കരീം, PA അഹമ്മദ് കബീർ, സെക്രട്ടറിമാരായി മുജീബ് കാടേരി, PG മുഹമ്മദ്, KS സിയാദ്, ആഷിഖ് ചലവൂർ, VV മുഹമ്മദ് അലി, AKM അഷ്റഫ്, അൻവർ സാദത്ത് എന്നിവരടങ്ങുന്ന 17 അംഗ കമ്മിറ്റിക്ക് സംസ്ഥാന കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകാരം നൽകി. പുതിയ കമ്മിറ്റിക്ക് അഭിവാദ്യമർപ്പിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ് സാഹിബ്, ഡോക്ടർ MK മുനീർ, PV അബ്ദുൽ വഹാബ് MP, KM ഷാജി MLA, CK സുബൈർ എന്നിവർ സംസാരിച്ചു. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പട്ടികയിൽ പ്രഥമഗണനീയവും ക്രൂരവുമാണ് റോഹിംഗ്യ ജനതയ്ക്ക് നേരെ മ്യാൻമറിൽ നടക്കുന്ന കിരാതമായ അരംകൊലകൾ. ബുദ്ധ തീവ്രവാദികളുടെ നേതൃത്വത്തിൽ നിരപരാധികളായ മനുഷ്യരെ പച്ചക്ക് കത്തിച്ചും അഭയാർത്ഥികളായി ജീവനം കൊണ്ടുപോടുന്നവരെ പോലും കൊന്നൊടുക്കുകയും ചെയ്യുന്ന കിരാത നടപടികളെ അപലപിക്കാത്തവരായി ആരുമില്ല. ആലംബഹീനരായ റോഹിംഗ്യൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ബുദ്ധ തീവ്രവാദികളുടെ ചെയ്തികളിൽ പ്രതിഷേധിച്ചും മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച റാലിയും ഐക്യദാർഢ്യ സംഗമവും ശ്രദ്ധേയമായി. 2016 ഡിസംബർ 31 ശനിയാഴ്ച വൈകിട്ട് കോഴിക്കോട് സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളം മൈതാനിയിൽ സമാപിച്ചു. ഇന്ത്യയുടെ യശസ് അന്താരാഷ്ട്ര വേദികളിൽ വാനോളമുയർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷൻ ജനാബ് E അഹമ്മദ് സാഹിബാണ് ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചത്. മരണമില്ലാത്ത ഓർമ്മകളിൽ തുടികൊട്ടുന്ന അഹമ്മദ് സാഹിബിൻ്റെ വലിയ സാന്നിധ്യത്തെ യൂത്ത് ലീഗ് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകൾ അഭിപ്രായ വൈജാത്യങ്ങൾക്കിടയിലും ചേർന്നിരിക്കുന്നത് സമുദായത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്താനും ധൈഷണിക നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതിനും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് വിളിച്ചു ചേർത്ത മുസ്ലിം യുവജന സംഘടനകളുടെ കൂട്ടായ്മ വലിയ തുടക്കമാവുമെന്ന് തീർച്ചയാണ്. കോഴിക്കോട് ചേർന്ന യോഗത്തിൽ SKSSF, ISM, SYS AP വിഭാഗം, ISM വിസ്ഡം, KMYF, MSS തുടങ്ങിയ സംഘടനകളെ പ്രതിനിധീകരിച്ച് നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. 2016 ജൂലൈ 6 മുസ്ലിം സംഘടനകളുടെയും അക്കാദമിക് രംഗത്തെ വിദഗ്ധരുടെയും സംയുക്ത യോഗം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും ചേർന്നു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, വിഴിഞ്ഞം സയ്യിദ് മുസ്ലിയാർ, കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി,
PK ബാദുഷ സഖാഫി, അഡ്വക്കേറ്റ് പൂക്കുഞ്ഞ്, പ്രൊഫസർ POJ ലബ്ബ, ഡോക്ടർ K അബ്ദുൽ സമദ്, EM നജീബ്, പരീദ് ബാവക്കുഞ്ഞ്, ഡോക്ടർ MI സഹദുള്ള, ഫൈസൽ ഖാൻ, ഡോക്ടർ ഫിറോസ് മുഹമ്മദ്, സെയ്ദ് നാസിമുദ്ദീൻ ബാക്കവി തങ്ങൾ, HE ബാബുസേട്ട്, പ്രൊഫസർ അഷ്റഫ് കടക്കൽ, ഡോക്ടർ P നസീർ, SA ഷാജഹാൻ ദാരിമി, M അബ്ദുറഹ്മാൻ സഖാഫി, പാങ്ങോട് കമറുദ്ദീൻ, കടക്കൽ ജുനൈദ്, തടിക്കാട് സയ്യിദ് ഫൈസി, A നവാസ് പുത്തൻവീട്, മുഹമ്മദ് നദീർ മൗലവി, നൌഷാദ് യൂനസ് തുടങ്ങി നിരവധി പ്രമുഖർ ചർച്ചയിൽ പങ്കെടുത്തു. സാമുദായിക സൗഹാർദ്ദത്തിലൂന്നി അക്കാദമിക മേഖലകളിലും ദൈക്ഷണിക മുന്നേറ്റങ്ങളിലും വലിയ ശ്രമങ്ങൾക്ക് ഈ കൂട്ടായ്മ ശക്തി പകരുമെന്ന് ഏവരും ഐകകണ്ഠ്യേന അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും ദീർഘകാലം കേരള നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും അംഗവുമായ അഹമ്മദ് സാഹിബിന്റെ മരണത്തിലും മരണാനന്തരവും കേന്ദ്ര സർക്കാർ അനാദരവ് കാട്ടിയതിൽ പ്രതിഷേധിച്ചു മരണക്കിടക്കയിലും ഫാഷിസം എന്ന പേരിൽ യൂത്ത് ലീഗ് രാജ്ഭവന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. 2017 ഫെബ്രുവരി 7 സംഘടിപ്പിക്കപ്പെട്ട പ്രതിഷേധ സംഗമം അക്ഷരാർത്ഥത്തിൽ മതേതര കേരളത്തിന്റെ ഒറ്റക്കെട്ടായ പ്രതിഷേധമായി മാറി. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഡോക്ടർ MK മുനീർ, പന്ന്യൻ രവീന്ദ്രൻ, V സുരേന്ദ്രൻപിള്ള, അഡ്വക്കേറ്റ് M സുരാജ് MLA, CP ജോൺ, കവി മുരുകൻ കാട്ടാക്കട, സംവിധായകൻ MA നിഷാദ്, അനൂപ് ജേക്കബ്, ഡീൻ കുര്യാക്കോസ്, മറ്റ് MLA മാർ, സാംസ്കാരിക നായകർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കേന്ദ്ര സർക്കാരും RML ആശുപത്രി അധികൃതരും അനാദരവ് കാണിച്ച സംഭവം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഗവർണർക്ക് നിവേദനം നൽകി. പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുനവർ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഗവർണർ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി. മുസ്ലിം യൂത്ത് ലീഗ് ഒരു വർഷക്കാലയളവിൽ സംഘടിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായ ക്യാമ്പയിനാണ് ലാ കോൺവിവൻസിയ. സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര സഹവർത്തിത്വം എന്നതാണ് ഈ ക്യാമ്പയിൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം. മലയാളിയുടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക ചരിത്രത്തെ സമ്പന്നമാക്കിയത് വഴി നടന്ന ഇടങ്ങളിൽ നാം ഉയർത്തിയ സഹവർത്തിത്വമാണ്. അത് ഉയർത്തിപ്പിടിക്കാനാണ് യൂത്ത് ലീഗ് ഈ പ്രമേയം കൊണ്ട് അർത്ഥമാക്കിയത്. 2017 മാർച്ച് 22 തിരുനാവായ നീളാം നദി ഭാവനാത്മകമായ ചരിത്ര സംഗമത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന തലത്തിൽ ആചരിക്കുന്ന ലാ കോൺവിവൻസിയ ക്യാമ്പയിൻ പ്രഖ്യാപനവും ജലസമ്മേളനവും സംഘാടന മികവിന്റെ നേർസാക്ഷ്യമായി. ക്യാമ്പയിൻ പ്രഖ്യാപനം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അഡ്വക്കേറ്റ് മാബു മോഹനക്കുറുപ്പ് വിഷയാവതരണം നടത്തി. ജലസമ്മേളനം മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് വിഷയാവതരണം നടത്തി. പാണക്കാട് സെയ്ദ് മുനവർ ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിച്ചു. ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർച്ച് 22 മുതൽ ജൂൺ 30 വരെ യൂത്ത് ഫോർ എർത്ത് ജലസംരക്ഷണ പ്രവർത്തനങ്ങളും മറ്റു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. മാർച്ച് 23 മുതൽ ഏപ്രിൽ 10 വരെ പഞ്ചായത്ത് തലങ്ങളിൽ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകി. പൊതുകിണറുകളും തണ്ണീർത്തടങ്ങളും പുഴ, കുളം, തോടുകൾ എന്നിവ ശുചീകരിക്കലാണ് ഇക്കാലയളവിൽ നടത്താൻ വേണ്ടി നിർദ്ദേശിച്ചത്. ഏപ്രിൽ 15 മുതൽ 30 വരെ ശാഖാതലങ്ങളിൽ ജലസഭകൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചത് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്. മോഡൽ ജലസഭ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് ജില്ലയിലെ ഓടത്തോട് MP അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA ശ്രേയാംസ് കുമാർ, സാഹിത്യകാരി CS ചന്ദ്രിക തുടങ്ങിയവർ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. മലിനജലം ശുചീകരിച്ച് കൃഷി നടത്തുന്ന ചെറുതോട്ടിൽ വർഗീസിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചത് പ്രത്യേകം ശ്രദ്ധയാകർഷിച്ചു. ജൂൺ 15 മുതൽ 30 വരെ ശാഖാതലങ്ങളിൽ മഴയാത്ര എന്ന പേരിൽ ഹൗസ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ജലസംഭരണികൾ, മഴക്കുഴികൾ തുടങ്ങിയവയെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും ക്യാമ്പയിൻ്റെ ഭാഗമായി കീഴ്ഘടകങ്ങളോട് ആവശ്യപ്പെട്ടു. ജില്ലാതലങ്ങളിൽ ജലസംരക്ഷണ ക്യാമ്പയിൻ മനോഹരമായി സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് ശാഖാ കമ്മിറ്റികൾക്കും വ്യക്തികൾക്കും ജലപുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത പദ്ധതിയാണ്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ട പരിപാടികളിൽ ഏതെല്ലാം സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് ഓരോ ഘടകവും ആത്മവിമർശനം നടത്തണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 2017 ജൂൺ 5
പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച തൈ നടൽ പാരിസ്ഥിതിക രംഗത്ത് യൂത്ത് ലീഗ് മുമ്പ് നടത്തിയ പ്രവർത്തനങ്ങളോടൊപ്പം ചേർത്ത് വെക്കാവുന്നതാണ്. 2017 ഏപ്രിൽ 3 മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പാർലമെന്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് അവകാശ സംരക്ഷണ പോരാട്ടങ്ങളിലെ മായാത്ത ഒരേടാണ്. മലബാറിന്റെ വികസന കുതിപ്പിന്റെ വലിയൊരടയാളമാണ് കരിപ്പൂർ എയർപോർട്ട്. മലയാളിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി സമൂഹം പ്രധാനമായി ആശ്രയിക്കുന്ന കരിപ്പൂർ എയർപോർട്ടിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തത്. ഹജ്ജ് എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കുക, വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതി നൽകുക, പ്രവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് മാർച്ചിൽ ഉന്നയിക്കപ്പെട്ടത്. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് മുനവർ ശിഹാബ് തങ്ങൾ, CK സുബൈർ, TP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തീർത്തും പരാജയമായ ഇടത് സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ ഓഡിറ്റിംഗിന് വിധേയമാക്കി മണ്ഡലം തലങ്ങളിൽ നടന്ന യൂത്ത് ഓഡിറ്റിംഗ് ഭരണകൂട ഭീകരതയും വീഴ്ചകളും ജനങ്ങളിലെത്തിക്കാൻ സാധ്യമായി. മദ്യം വ്യാപകമാക്കി ബാർ മുതലാളിമാർക്ക് ഓശാന പാടുന്ന പിണറായി സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് 2016 ജൂലൈ 6 സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഇ ടി മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. PV അബ്ദുൽ വഹാബ് MP, K മുരളീധരൻ MLA തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ചില പ്രവർത്തകർക്കെങ്കിലും നിസ്സാരമായ പരിക്കുകളുമുണ്ടായി. ലാ കോൺവിവൻസിയ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ത്യ ആരുടേതാണ് എന്ന പ്രമേയത്തിൽ 2017 ഓഗസ്റ്റ് 3 എറണാകുളത്ത് സംഘടിപ്പിച്ച സെമിനാർ സംഘാടന മികവ് കൊണ്ടും യുവജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. എറണാകുളം ടൗൺ ഹാളിൽ വൈകിട്ട് 4 ആരംഭിച്ച സെമിനാറിൽ പാണക്കാട് സെയ്ദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, സുനിൽ P ഇളയിടം, E വർഗീസ്, മാർ ഊറിലോസ് തിരുമേനി, KM ഷാജി MLA, സനീഷ് ഇളയിടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. അനധികൃത കായൽ കയ്യേറ്റക്കാരൻ ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയുടെ റിസോർട്ടിലേക്ക് സംസ്ഥാന യൂത്ത് ലീഗ് സംഘടിപ്പിച്ച മാർച്ച് പ്രതിഷേധ സമര പോരാട്ടങ്ങളിലെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. സംസ്ഥാന നേതാക്കളെ പോലീസ് മർദ്ദിക്കുകയും അന്യായമായി ജയിലടക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. മന്ത്രിയുടെ രാജിയിലെത്തിച്ച സമര പോരാട്ടങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പങ്ക് പ്രഥമഗണനീയമാണ്. വിമർശകരെയും എഴുത്തുകാരെയും കൊന്നൊടുക്കുന്ന ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെ കിരാതകൃത്യങ്ങൾക്കെതിരെ ഗാന്ധി മുതൽ ഗൗരി വരെ എന്ന പ്രമേയത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നിയോജകമണ്ഡലം തലങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധ സദസ്സുകൾ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളിലെ ഒരേടാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നോട്ടു നിരോധനത്തിന്റെ 1ാം വാർഷികത്തിൽ യൂത്ത് ലീഗ് ആചരിച്ച വിഡ്ഢി ദിനം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ പരിപാടിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിഡ്ഢിപ്പട്ടം ചാർത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് ആശങ്കകൾ സൃഷ്ടിച്ച മോഡിയുടെ കപട പരിഷ്കാരങ്ങൾക്കെതിരെ വിഡ്ഢിദിനത്തിൽ വലിയ പ്രതിഷേധമുയർന്നു. വിഡ്ഢിദിനം എന്ന തലക്കെട്ട് പൊതുയിടങ്ങളിൽ വലിയ ചർച്ചയായി. 2017 നവംബർ 19 ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി യുവജന പ്രതിരോധം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് MP ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA, പാറക്കൽ അബ്ദുള്ള MLA, C മോയിൻകുട്ടി സാഹിബ്, ഉമ്മർ പാണ്ഡികശാല തുടങ്ങിയവർ പ്രസംഗിച്ചു. വകുപ്പ് സെക്രട്ടറിയെ യൂത്ത് ലീഗ് പ്രവർത്തകർ ചെമ്പരോട വില്ലേജ് ഓഫീസിനുള്ളിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അവരെ മാറ്റുന്നതിനായി പോലീസിന്റെ ശ്രമം നടക്കുന്നു. അതായത് ജോയിയുടെ കുടുംബത്തെ സന്ദർശിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കപ്പെട്ട പ്രതിഷേധ പരിപാടികൾ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളിലെ ജ്വലിക്കുന്ന ഏടുകളാണ്. 500,000 നോട്ടുകൾ നിരോധിച്ചതിലൂടെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെ കാണിക്കുന്നതിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ ക്യൂവിന് സമാനമായ രീതിയിൽ ക്യൂ വലയം ഒരുക്കിയാണ് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചത്. മോദി സർക്കാരിനെതിരായ ചോദ്യങ്ങൾ അവതരിപ്പിച്ചും പ്രകടനമായെത്തിയും സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു.
കാവിയണിഞ്ഞ പിണറായി പോലീസിനെതിരെയും സംസ്ഥാനത്തെ റേഷൻ പെൻഷൻ അട്ടിമറിയിൽ പ്രതിഷേധിച്ചും ജില്ലാ കലക്ടറേറ്റുകളിലേക്ക് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച മാർച്ച് ഇടതുപക്ഷ സർക്കാരിന് യുവതയുടെ താക്കീതായി. കോട്ടണിഞ്ഞ മോഡിയും മുണ്ടുടുത്ത മോദിയും ജനങ്ങളിൽ ഭീതി വിതയ്ക്കുന്നതിനെതിരെ മാർച്ചിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. നാദാപുരത്ത് CPM-കാരാൽ വധിക്കപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ അസ്ലമിന്റെ കുടുംബത്തിന് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച ധനസഹായം അകാരണമായി തടഞ്ഞുവെച്ച കോഴിക്കോട് ജില്ലാ കലക്ടറുടെ നടപടിക്കെതിരെ യൂത്ത് ലീഗ് നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. മുൻകൂട്ടി അനുമതി വാങ്ങിയിട്ടും കലക്ടർ നേതാക്കളെ കാണാൻ തയ്യാറാവാതിരുന്നതിൽ പ്രതിഷേധിച്ച് കലക്ടറുടെ ക്യാമ്പ് ഓഫീസ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉപരോധിച്ചു. കലക്ടറെ കാണാനെത്തിയ യൂത്ത് ലീഗ് നേതാക്കളോടൊപ്പം കൊല്ലപ്പെട്ട അസ്ലമിന്റെ ഉമ്മയുമുണ്ടായിരുന്നു. കലക്ടറുടെ ക്യാമ്പ് ഓഫീസ് ഉപരോധിച്ച മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജില്ലാ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. യൂത്ത് ലീഗ് പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചതിനാൽ നേതാക്കളെ വിട്ടയച്ചു. ADM പിന്നീട് ചർച്ചയ്ക്ക് തയ്യാറാവുകയും തൊട്ടടുത്ത ദിവസം അസ്ലമിന്റെ ഉമ്മക്ക് ധനസഹായം കൈമാറുകയും ചെയ്തു. യൂത്ത് ലീഗ് പ്രസിഡന്റ് സെയ്ദ് മുനവ്വർ ശിഹാബ് തങ്ങൾ, ഡോക്ടർ MK മുനീർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സഹായം കൈമാറിയതെന്നുള്ളത് ശ്രദ്ധേയമാണ്. യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് സമരത്തിൻ്റെ വിജയം വഴി നമുക്ക് നേടിക്കൊടുക്കാനായത്. 2017 മാർച്ച് 6 തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി കലമുടക്കൽ സമരം മാധ്യമ ശ്രദ്ധ നേടിയ പരിപാടിയായിരുന്നു. അരിയില്ലാതെ കലമെന്തിന് എന്ന പ്രമേയത്തിൽ അരിവില നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട ഇടത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് കലമുടക്കൽ സമരം സംഘടിപ്പിച്ചത്. കൊടും കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർത്തും ഭരണം തുടരുന്ന പിണറായി സർക്കാരിനെതിരെ 2017 മാർച്ച് 24 സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രകടനങ്ങൾ ജനശ്രദ്ധ നേടിയ പ്രതിഷേധമായിരുന്നു. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ മുൻ DGP സെൻകുമാറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ സമയബന്ധിതമായ വലിയൊരു ഇടപെടലായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാസങ്ങളായി സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ജില്ലാതലങ്ങളിലാണ് ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചത്. എഴുത്തുകാർക്കെതിരെയുള്ള ഫാഷിസ്റ്റ് ഭീഷണികളുടെ പുതിയ കാലത്ത് സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ KP രാമനുണ്ണിക്കും അക്രമ ഭീഷണിയുണ്ടായി. എഴുത്തുകാരുടെ നേർക്കുള്ള ഭീഷണി മലയാള മണ്ണിൽ വിലപ്പോവില്ലെന്ന് പ്രഖ്യാപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുനവ്വർ ശിഹാബ് തങ്ങളുടെയും ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെയും നേതൃത്വത്തിൽ KP രാമനുണ്ണിയുടെ വസതി സന്ദർശിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. പാചകവാതക സബ്സിഡി എടുത്തുകളയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർത്തി 2017 ഓഗസ്റ്റ് 2 നിയോജകമണ്ഡലം തലങ്ങളിൽ അടുപ്പ് സമരം സംഘടിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിയുടെ പേരിൽ പാവപ്പെട്ടവർക്ക് വീട് നിഷേധിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് 2017 ഓഗസ്റ്റ് 18 പഞ്ചായത്ത് തലങ്ങളിൽ സമരസായാഹ്നം സംഘടിപ്പിച്ചു. ലാ കോൺവിവൻസിയ ക്യാമ്പയിന്റെ ഭാഗമായി 2017 ഓഗസ്റ്റ് 15 ശാഖാതലങ്ങളിൽ യൂണിറ്റി ഡേ സംഘടിപ്പിച്ചു. പ്രമേയ പ്രഭാഷണം, പ്രതിജ്ഞ, ദേശീയ പതാക ഉയർത്തൽ, ദേശീയ ഗാനാലാപനം തുടങ്ങിയ ഉൾക്കൊള്ളിച്ച സ്വാതന്ത്ര്യദിനത്തിലെ പരിപാടി പ്രവർത്തകർക്ക് നവ്യാനുഭവമായി. കൂടരഞ്ഞി പഞ്ചായത്തിൽ സർക്കാർ ഭൂമിയും ജലസ്രോതസ്സുകളും കയ്യേറി PV അൻവർ MLA നിർമ്മിച്ച വാട്ടർ തീം പാർക്കിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. കക്കാടംപൊയിൽ കരിമ്പിൽ നിന്നാരംഭിച്ച മാർച്ച് യൂത്ത് ലീഗ് ട്രഷറർ MA സമദാണ് ഉദ്ഘാടനം ചെയ്തത്. സംഘാടനത്തിലൂടെ ശാക്തീകരണം എന്ന പ്രമേയമുയർത്തി ലാ കോൺവിവൻസിയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യുവതീ സംഗമങ്ങൾ മികച്ച സംഘടനാ ഇടപെടലായി വിലയിരുത്തപ്പെടുന്നു. ജില്ലാതലങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ പ്രമുഖരുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. യുവതീ സംഗമങ്ങൾ ഇനിയും നടത്താത്ത ജില്ലാ കമ്മിറ്റികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കുടുംബശ്രീയിലേക്ക് നടത്തിയിട്ടുള്ള വ്യാപക ക്രമക്കേടും അഴിമതിയും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട്
യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. അഴിമതിയും ക്രമക്കേടും വ്യക്തമാക്കുന്ന മുൻ കുടുംബശ്രീ ഡയറക്ടർ ശ്രീമതി NK ജയയുടെ ശബ്ദരേഖയും CD-യും യൂത്ത് ലീഗ് വിജിലൻസിന് കൈമാറുകയുണ്ടായി. അഞ്ചേരി ബേബി വധക്കേസിൽ മന്ത്രി MM മണിയുടെ വിടുതൽ ഹർജി തള്ളിയ സാഹചര്യത്തിൽ MM മണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാതലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതും മാനേജ്മെന്റിന്റെ കിരാത നടപടികളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതും കാസർഗോഡ് റിയാസ് മൗലവിയെ സംഘപരിവാർ ഭീകരർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ ഉടൻ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ സംഭവസ്ഥലം സന്ദർശിച്ചതും പ്രധാന ഇടപെടലുകളാണ്. പോലീസ് പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദളിത് യുവാവ് വിനായകന്റെ വീട് സന്ദർശിച്ച് കേസ് നടത്തിപ്പിന് സംസ്ഥാന കമ്മിറ്റി ധനസഹായം കൈമാറി. യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ MA സമദാണ് ധനസഹായം കുടുംബത്തിന് കൈമാറിയത്. സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പുവർഷം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിരുന്നു യൂത്ത് ലീഗ് ദക്ഷിണ മേഖലാ ക്യാമ്പയിൻ. ദക്ഷിണ കേരളത്തിലെ സംഘടനാ സംവിധാനം സജീവമാക്കുന്നതിനും ആശയപ്രചരണം ശക്തിപ്പെടുത്തുന്നതിനും ജൂലൈ 23 മുതൽ 31 വരെയായിരുന്നു മണ്ഡലം പര്യടനങ്ങൾ. യൂത്ത് ലീഗ് പ്രസിഡന്റ് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി. പര്യടനവേളയിൽ നിരവധി മതമേലധ്യക്ഷന്മാരുമായും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭന്മാരുമായും ആശയവിനിമയം നടത്തി. ഹർത്താൽ ദിനമായിട്ടും കോട്ടയത്ത് ബൈക്കിൽ നടത്തിയ പര്യടനം വാർത്തകളിൽ ഇടം നേടി. ദക്ഷിണ മേഖലാ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗൃഹസമ്പർക്ക പരിപാടിക്ക് ആലപ്പുഴയിലാണ് തുടക്കം കുറിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ കല്ലേലി രാഘവൻ പിള്ളയ്ക്ക് ലഘുലേഖ നൽകിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2017 നവംബർ 21 മുതൽ ഡിസംബർ 15 വരെയാണ് ഗൃഹസമ്പർക്ക പരിപാടി നടത്താൻ മണ്ഡലം കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടത്. തെക്കൻ കേരളത്തിലെ നിയോജകമണ്ഡലം കമ്മിറ്റികൾ അതോടൊപ്പം കീഴ്ഘടകങ്ങളും ഗൃഹസമ്പർക്ക പരിപാടി എത്രമാത്രം സംഘടിപ്പിച്ചു എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. 2017 സെപ്റ്റംബർ 23 സംസ്ഥാന വ്യാപകമായി നടത്തിയ ഏകദിന പ്രവർത്തന ഫണ്ട് സമാഹാരത്തിലൂടെ 64,43,410 രൂപ വിവിധ കീഴ്ഘടകങ്ങൾ മുഖാന്തരം സമാഹരിക്കുകയുണ്ടായി. 5,75,000 രൂപ സമാഹരിച്ച് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലം തലത്തിലും 1,55,000 രൂപ സമാഹരിച്ച് കൊടുവള്ളി മുനിസിപ്പൽ തലത്തിലും 1,09,200 രൂപ സമാഹരിച്ച് കാസർഗോഡ് ജില്ലയിലെ ചെങ്കള പഞ്ചായത്ത് തലത്തിലും 30,000 രൂപ സമാഹരിച്ച് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ പടിഞ്ഞാറത്തറ ശാഖാ കമ്മിറ്റി ശാഖാതലത്തിലും ഒന്നാമതെത്തി. ഈ കമ്മിറ്റികളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ഗുണ്ടായുസങ്ങൾ, അതിൽ പാലവും തോടും അണക്കെട്ടുകളും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ള പുതിയ പുതിയ ചർച്ചകൾ നമ്മുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുകയാണ്. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഓർമ്മകളിൽ നോവിന്റെ നീറ്റലാണ് യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ട്രഷറർ കൂടിയായ PM അനീഫ് സാഹിബിന്റെ സൗമ്യ മുഖം. യുവതയുടെ മുന്നേറ്റങ്ങൾക്ക് മികച്ച അജണ്ടകൾ രൂപീകരിക്കുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തിയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല. 2017 മെയ് 24 പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിച്ച PM അനീഫ് അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു. PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൗക്കത്ത്, PM സാദിഖ് അലി, CK സുബൈർ, C ഹംസ സാഹിബ് തുടങ്ങിയവർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. കൗൺസിൽ മീറ്റിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പലസ്തീനി ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ധാർഷ്ട്യത്തിൽ പ്രതിഷേധമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച യൂത്ത് മൂവ് ശ്രദ്ധേയമായ പരിപാടിയാണ്. പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അദ്നാൻ അബു ഹൈജ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രശസ്ത നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ, TA അഹമ്മദ് കബീർ സാഹിബ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തർദേശീയമാണെങ്കിലും ദേശീയമാണെങ്കിലും പ്രാദേശികമാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നേതാവാണ്. ആ നേതാവിന് കീഴിൽ വരുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, നാം ഇനിയും യുവജനങ്ങളുടെ പ്രതീക്ഷകളെ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. മുന്നോട്ടുള്ള ഗമനം ദുർഘടമാണ്. പക്ഷേ പിന്നിട്ട വൈതരണികളിൽ നമ്മുടേതാക്കി മാറ്റിയ യൂത്ത് ലീഗ് ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഭാവിയിലോട്ട് നോക്കുന്നത്.
അനീതിക്കെതിരെ പോരാടി ഇരകളുടെ ശബ്ദമായി ഫാഷിസത്തെ ജാഗ്രതയോടെ പ്രതിരോധിക്കാൻ നാം 100 ആവർത്തി സുസജ്ജരായി നിൽക്കേണ്ട കാലമാണ് വരാനിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ പേരിൽ ഹാദിയയുടെ മനുഷ്യാവകാശങ്ങൾ മനഃപൂർവ്വം ധ്വംസിക്കുകയാണെന്ന പരാതി ശരിയാണെങ്കിൽ ഗൌരവമുള്ളതാണെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിരീക്ഷണം. വിശദമായ അന്വേഷണം അനിവാര്യമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് അധ്യക്ഷൻ പി മോഹൻദാസ് ഉത്തരവിൽ പറഞ്ഞു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയെ ന്യൂഡൽഹിയിൽ വെച്ച് കണ്ട് യൂത്ത് ലീഗ് നേതൃത്വം ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചത് വരാനിരിക്കുന്ന പോരാട്ടകാലങ്ങളിലേക്കുള്ള കരുത്ത് പകരാനാണ്. നാം ഒരുങ്ങുക നല്ല നാളേക്ക്. വരാനിരിക്കുന്ന പോരാട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ഊർജവും ഉൾക്കരുത്തും പകർന്നു നൽകണമെന്ന അഭ്യർത്ഥനയോടെ ഒരു വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ.